തമിഴ്നാട്ടിലെ ശ്രീഷൻ ഫാർമസ്യൂട്ടിക്കൽസിന്റെ മരുന്നുകൾക്ക് സംസ്ഥാനത്ത് നിരോധനം. ശ്രീഷൻ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഒരു മരുന്നും സംസ്ഥാനത്ത് വിൽക്കരുത് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ്. ഗുണനിലവാരം ഇല്ലെന്ന് കണ്ടെത്തിയ ഗുജറാത്ത് കമ്പനിയുടെ റെസ്പി ഫ്രഷ് TR മരുന്നിന്റെ വിൽപ്പനയും നിർത്തിവെച്ചു. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അലക്സ്, വളരെ ശ്രദ്ധേയമായ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു തീരുമാനമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ മരുന്നുകൾ ഇപ്പോൾ സംസ്ഥാനത്ത് നിരോധിച്ചിരിക്കുന്നതിന് എന്തെങ്കിലും വിശദീകരണം ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ടോ? പ്രജന, മധ്യപ്രദേശിലും രാജസ്ഥാനിലും 17 കുട്ടികൾ മരിക്കാനിടയായ ഈ ചുമമരുന്ന് അത് തമിഴ്നാട്ടിലെ ശ്രീഷൻ ഫാർമസ്യൂട്ടിക്കൽസ് ഉൽപ്പാദിപ്പിക്കുന്ന കോൾഡ്രിഫ് SR13 ബാച്ചിൽപ്പെട്ട മരുന്നുകളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട ഒരു നടപടി കൂടി സ്വീകരിക്കുന്നത്. തമിഴ്നാട് കാഞ്ചീപുരത്ത് പ്രവർത്തിക്കുന്ന ശ്രീഷൻ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന സ്ഥാപനത്തിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നതിനുള്ള നടപടികൾ തമിഴ്നാട് ഡ്രഗ്സ് കൺട്രോൾ എടുത്തിട്ടുള്ള സാഹചര്യത്തിൽ ആ കമ്പനിയുടെ എല്ലാ മരുന്നുകളും കേരളത്തിൽ വിതരണം നിർത്തിവെപ്പിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു. വകുപ്പ് മന്ത്രി വീണ ജോർജാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതുമാത്രമല്ല, ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ, ഉത്തരേന്ത്യയിലെ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ ഇത്തരം പ്രശ്നബാധിതമായ മരുന്നുകൾ അല്ലെങ്കിൽ പ്രശ്നം കണ്ടെത്തിയ മരുന്നുകൾ നിരോധിക്കുകയും അത്തരം കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കമ്പനിയുടെ മരുന്ന് കൂടി ആ പട്ടികയിലേക്ക് വരുന്നു സംസ്ഥാനത്ത് എന്നുള്ളതാണ്. ഗുജറാത്തിലെ റെഡ് നെക്സ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ്, അത് അഹമ്മദാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് റെഡ് നെക്സ് ഫാർമസ്യൂട്ടിക്കൽസ്. ഇത് നിർമ്മിച്ച റെസ്പി ഫ്രഷ് TR 60 ml സിറപ്പ് ബാച്ച് നമ്പർ 601 GL 2523 ആ ബാച്ചിൽപ്പെട്ട മരുന്ന് ഗുണനിലവാരമില്ല എന്ന് ഗുജറാത്ത് ഡ്രഗ്സ് കൺട്രോളർ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഈ മരുന്നിന്റെ വിതരണവും വിൽപ്പനയും ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് അടിയന്തരമായി നിർത്തിവയ്പ്പിച്ചു എന്ന് വകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് 5 വിതരണക്കാരാണ് ഈ മരുന്ന് വിതരണം നടത്തുന്നത്. അവർക്ക് മരുന്ന് വിതരണം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മരുന്ന് വിൽപ്പന നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിക്കുന്നു. ഈ മരുന്ന് കൈവശമുള്ളവർ ഉപയോഗിക്കരുതെന്ന് ആരോഗ്യവകുപ്പ് അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഈ മരുന്നുകൾ സർക്കാർ ആശുപത്രികൾ വഴി വിതരണം ചെയ്യുന്നില്ല എന്നുകൂടി അറിയിക്കുന്നുണ്ട്. നേരത്തെ അംഗീകൃത ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി മരുന്ന് നൽകരുതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചിരുന്നു. അത്തരം സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനം ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രത തുടരുകയാണ് പ്രജിൻ. അതുമാത്രമല്ല, നേരത്തെ ഒരു 3-അംഗ സമിതിയെ നിയോഗിച്ചിരുന്നു. ആ 3-അംഗ സമിതി സംസ്ഥാനത്ത് ഈ കുട്ടികൾക്ക് ചുമമരുന്ന് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു മാർഗ്ഗനിർദ്ദേശം പുറത്തിറക്കുന്നതിന് ഈ ഒരു 3-അംഗ സമിതിയെ റിപ്പോർട്ട് നൽകാൻ ചുമതലപ്പെടുത്തിയിരുന്നു. ആ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് നൽകിയിട്ടുണ്ട്. ഉടൻ തന്നെ ഈ മാർഗ്ഗനിർദ്ദേശം സംസ്ഥാനം പുറത്തിറക്കുകയും ചെയ്യും. പ്രജിൻ. അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.